ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ്? നമ്മൾ ലൈറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ലൈറ്റ് എന്താണെന്നുള്ളതും ബാക്കി കാര്യങ്ങളും അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും പറഞ്ഞിരുന്നു അല്ലേ? നമ്മളിപ്പോൾ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുതിയ ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. പുതിയ ചാപ്റ്ററിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റ്, അല്ലെങ്കിൽ നമുക്ക് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, പഠിച്ചു പോകാമെന്ന് പറഞ്ഞു. നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേര് എന്താണ്? സൗണ്ട് എന്നാണ്. 8ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേര് സൗണ്ട് എന്നാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ സൗണ്ട് എന്ന് വെച്ചാല്. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ വരിക? ഞാനിപ്പോ സംസാരിക്കുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളൊന്ന് കണ്ണടച്ച് ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റും? നമുക്ക് ഒരു 100 കണക്കിന് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും അല്ലേ? നമുക്ക് ചിലപ്പോ ഫാനിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമായിരിക്കും, പുറത്തൂടെ വണ്ടി പോകുന്ന ശബ്ദം കേൾക്കുമായിരിക്കും, തൊട്ടടുത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ 100 കണക്കിന് ശബ്ദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ പറ്റും അല്ലേ? അപ്പൊ എന്താണ് ശബ്ദം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മള് കഴിഞ്ഞ വട്ടം ലൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തായിരുന്നു പറഞ്ഞത്? ലൈറ്റ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അന്ന് പറഞ്ഞത് ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് പറഞ്ഞിരുന്നു. ഒരു ഫോം ഓഫ് എനർജിയാണ് ലൈറ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ലൈറ്റ്. അപ്പോ ലൈറ്റ് എന്ന് പറയുന്ന ഫോം ഓഫ് എനർജി നമ്മൾ എന്തിനായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഏത് സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ലൈറ്റ് എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ ആ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയായിട്ട് അല്ലെങ്കിൽ വിഷനുമായിട്ട് അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ അല്ലെ? വിഷനുമായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ബന്ധപ്പെടുത്തിയത് അല്ലേ? അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് എനേബിൾസ് us ടു സീ തിങ്സ് എന്നായിരുന്നു പറഞ്ഞത് അല്ലേ? ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനർജി അല്ലെങ്കിൽ ഊർജത്തിന്റെ ഒരു ഫോം ആണ്. എന്താണ് നമ്മൾ അതിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അത് നമ്മളെ സഹായിക്കുന്നത്? അത് ഇറ്റ് എനേബിൾസ് us ടു സീ തിങ്സ്, അല്ലെങ്കിൽ വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയായിരുന്നു എന്ത് സഹായിച്ചുകൊണ്ടിരുന്നത്? ലൈറ്റ് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് എനേബിൾസ് us ടു സീ തിങ്സ്, അല്ലെങ്കിൽ വിഷനുമായിട്ട് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോം ഓഫ് എനർജി ആയിട്ടായിരുന്നു നമ്മൾ അന്ന് തന്നെ കമ്പയർ ചെയ്തത്. അപ്പോ ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിനൊരു ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞൂടെ? സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോം ഓഫ് എനർജി തന്നെയാണ്. പക്ഷെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണോ? വേറെ ഏതെങ്കിലും സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടാണോ? മൂക്കുമായിട്ട് ബന്ധപ്പെട്ടാണോ സൗണ്ട് എന്ന് പറയുന്നത്? അല്ല. സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോം ഓഫ് എനർജിയാണ്. അത് ലൈറ്റ് വിഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ സൗണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഏത് സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയാൻ പറ്റും? ഇയർ അല്ലേ? സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻസേഷൻ ഓഫ് ഹിയറിംഗ്, അല്ലെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് ഹിയറിംഗ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഫോം ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജത്തിന്റെ ഒരു ഭേദമാണ് എന്തെന്ന് പറയുന്നത്? സൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ ലൈറ്റിനെ വിഷനും അല്ലെങ്കിൽ ഐയുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ എന്താണ്? സൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ശബ്ദത്തെ നമ്മൾ കേൾവിയായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിയറിംഗുമായിട്ട് അല്ലെങ്കിൽ ഇയറുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും അല്ലേ? അപ്പോ നമ്മൾ ലൈറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ നമുക്ക് സൗണ്ടിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? ആ രീതിയിൽ തന്നെ ലൈറ്റിന്റെ എന്തായിരുന്നു? ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് എനേബിൾസ് us ടു സീ തിങ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ കാറ്റഗറി അല്ലെങ്കിൽ അതേ കമ്പാരിസൺ വെച്ച് നമുക്ക് സൗണ്ടിന് എന്തെങ്കിലും ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് എന്ത് പറയാൻ പറ്റും? സൗണ്ട് ഒരു ഫോം ഓഫ് എനർജി ആണ്. സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് എനേബിൾസ് us ടു എന്ത്? സീ തിങ്സ് ആണോ? അല്ല. ദാറ്റ് എനേബിൾസ് us ടു ഹിയർ, അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് അല്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ദി സെൻസ് ഓഫ് ഹിയറിംഗ് അല്ലെങ്കിൽ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതായത് കേൾവി എന്ന സെൻസേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഫോം ഓഫ് എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? സൗണ്ട് എന്ന് പറയുക. നമ്മുടെ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? സൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്നാണ്? സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗീവ്സ് us ദി സെൻസ് ഓഫ് ഹിയറിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ സൗണ്ട് ആയിട്ടാണ് ഫെമിലിയർ ആയിട്ട് കേൾക്കുന്നത്. നമ്മൾ ചുമ്മാ ഒന്ന് കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോരം സൗണ്ട് കേൾക്കാൻ പറ്റും? റിംഗിങ് സൗണ്ട് ഓഫ് സ്കൂൾ ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെന്താ? സോങ് ഓഫ് കുക്കൂസ്, അല്ലെങ്കിൽ കിളികളുടെ അല്ലെങ്കിൽ കുയിലിന്റെ ഒക്കെ പാട്ട്, അല്ലെങ്കിൽ അവ കരയുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ദ റോളിംഗ് സൗണ്ട് ഓഫ് തണ്ടർ, ഇടിമിന്നലിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. വേറെ എന്തൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും? ഒരുപാട്. സൗണ്ട് ഓഫ് ടോക്കിംഗ് കേൾക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെ കേൾക്കാൻ പറ്റും? സൗണ്ട് ഓഫ് മൂവിങ് വെഹിക്കിൾ, സൗണ്ട് ഓഫ് ഫാൻ, അല്ലെങ്കിൽ സൗണ്ട് ഓഫ് പീപ്പിൾ ടോക്കിംഗ്,
കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്ന നമുക്ക് സൗണ്ട് ഓഫ് ബ്രീത്തിങ് ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ സൗണ്ടിനെ നമ്മൾ നേരത്തെ പഠിച്ച ലൈറ്റിന്റെ ഡെഫിനേഷനുമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണ്. അത് എന്തിന്റെ സെൻസേഷൻ ആണ് തരുന്നത്? നമുക്ക് ഹിയറിംഗ് അല്ലെങ്കിൽ കേൾവിയുടെ സെൻസേഷൻ തരുന്ന ഒരു ഫോം ഓഫ് എനർജി, ഒരു ഫോം ഓഫ് എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഫോം ഓഫ് എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വാക്വം ചേമ്പറിനകത്ത് ഒരു ഇലക്ട്രിക് ബെല്ല് വെച്ചിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേൾക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. നമുക്കതിനെ വിശദമായിട്ട് എന്ത് ചെയ്യാം, വരുന്ന ബാക്കി പോർഷൻസ് അല്ലെങ്കിൽ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ പിന്നെ കുറച്ച് കാര്യങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫോട്ടോ, ഈ 8.1 എന്ന് പറയുന്ന ഫോട്ടോ എന്തിനാണ് കാണിക്കുന്നത്? 8.1 എന്ന് പറയുന്നത് നമ്മളെല്ലാം കാണുന്നതാണ്, സ്കൂളിലെ ബെല്ലടിക്കുന്നത്. രണ്ടാമത്തത് ഓലപ്പീപ്പി. ഓലപ്പീപ്പി എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ ഓല കൊണ്ട് പീപ്പിയും വാച്ചും കിരീടവും അങ്ങനെ ഒരുപാട് സാധനമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഓലപ്പീപ്പി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഓലപ്പീപ്പി എന്താണ്? ഓല കൊണ്ട് നമ്മൾ പീപ്പി ഉണ്ടാക്കിയിട്ട് അത് ഊതുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സാധാ പ്ലാസ്റ്റിക് പീപ്പി ഒക്കെ ഉണ്ടാകുന്ന രീതി അല്ലെങ്കിൽ ഒരു വിസിലിന്റെ രീതിയിൽ എന്ത് ചെയ്യും, ചെറിയ സൗണ്ട് ഉണ്ടാവും. പിന്നെ പേപ്പർ വെസല്, പേപ്പർ വെച്ച് നമ്മൾ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കി നോക്കുന്നതാണ്. പിന്നെ ചിരട്ട വീണ കണ്ടിട്ടില്ലേ? ചെറിയ ചിരട്ട കൊണ്ടൊക്കെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവർ ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെന്താണ് കൊടുത്തേക്കുന്നത്? ഒരു 2 പെൻസിലിന്റെ നടുക്ക് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്താ പറയാ, ഒരു ഗിത്താറിന്റെ ഒക്കെ ഒരു മിനിയേച്ചർ രൂപം എന്ന് പറയാൻ പറ്റും. ഇതെല്ലാം കൂടാതെ ഞാൻ വേറൊരു സാധനം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അറിയാമോ? ഇതിനെയാണ് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇതിനെ പറയുന്ന പേരാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ട്യൂണിംഗ് ഫോർക്ക്, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്യൂണിംഗ് ഫോർക്ക് എന്താണെന്ന് വെച്ചാൽ, ട്യൂണിംഗ് ഫോർക്ക് നമുക്ക് ശരിക്കും എന്താണ്, ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു സൗണ്ട് വൈബ്രേഷൻ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ഈ ട്യൂണിംഗ് ഫോർക്ക് ഇതെല്ലാം എന്താണ്, സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരേപോലത്തെ സൗണ്ട് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല. പക്ഷെ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതേ വർക്കിങ്ങിൽ ഞാൻ പറഞ്ഞ ഗിത്താർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഗിത്താറിൽ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുക? ഗിത്താർ അല്ലെ വയലിനൊക്കെ നമ്മൾ സ്ട്രിങ് പിടിച്ച് ഇങ്ങനെ ആക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ശരിക്കും അവിടെ നമ്മൾ സ്ട്രിങ് അനക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടായിരിക്കും സൗണ്ട് ഉണ്ടാവുക? ഗിത്താറിലെ സ്ട്രിങ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? വളരെ ലൂസായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി കിടക്കുകയാണോ, വേവ് പോലെ? അല്ല, നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്താണ് വെച്ചേക്കുന്നത് അല്ലെ ഗിത്താറിലെ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെച്ച് ചെയ്ത സ്ട്രിങ്സ് നമ്മളിങ്ങനെ നീട്ടി വിടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പിക്ചർ കാണുന്ന പോലെ എന്ത് സംഭവിക്കും? വൈബ്രേഷൻ സംഭവിക്കും അല്ലെ? ഈ സ്ട്രിങ്സിന് വൈബ്രേഷൻ സംഭവിക്കും. ഓക്കെ, സ്ട്രിങ്സിന് എന്താണ് സംഭവിക്കുന്നത്? വൈബ്രേഷൻ. ട്യൂണിംഗ് ഫോർക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ എന്താണ് ചെയ്യുക? ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ 2 അറ്റം എടുത്തിട്ട് ഒരു റബ്ബർ ഹാമർ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു തട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ 2 സ്ട്രിങ്സും എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം. ഈ ടു ആൻഡ് ഫ്രോ മോഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കാണാം. ഇവിടെ എന്താണ്, വൈബ്രേഷൻ വഴിയാണ് എന്തുണ്ടായത്, നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കി ഈ എക്സാമ്പിൾസ് എല്ലാം നോക്കിയേ, നമ്മൾ ബെല്ല് നല്ല രീതിയിൽ റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് കൈ വെച്ച് നോക്കിയാൽ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? നമുക്കൊരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ബാക്കി ഈ കാര്യങ്ങളിലെല്ലാം ആയാലും വിസിലായാലും നമ്മൾ വിസിൽ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് ഊതി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാറില്ലേ? ഇവിടെ എല്ലാം അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഇവിടെ എല്ലാം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ എല്ലാം എന്താണ് സംഭവിക്കുന്നത്? വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. എല്ലാത്തിലും ഒരേ വസ്തുക്കളുടെ അല്ലെങ്കിലും എല്ലായിടത്തും കോമൺ ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലായിടത്തും ഒരേ കാര്യങ്ങളല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്, എങ്കിലും വൈബ്രേഷൻ കാരണമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഹൗ ഇസ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ, അല്ലെങ്കിൽ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് തോന്നും, നമ്മൾ ഈ വിസില് അല്ലെങ്കിൽ ഈ ഫ്ലൂട്ട് ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഊതി കഴിയുമ്പോൾ അതിനകത്ത് അധികം വൈബ്രേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ട്യൂണിംഗ് ഫോർക്കിലുള്ളത് പോലെ അതിനകത്ത് വൈബ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബെല്ലിലുള്ളത് പോലെ വൈബ്രേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവിടെ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഈ വിസിലിനകത്ത് എന്താണ്, ഒരു ഹോളോ ആയിട്ടുള്ള സ്ഥലമല്ലേ? അവിടെ നമ്മൾ ഊതി കഴിയുമ്പോൾ അവിടുത്തെ എയർ കോളമാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ എയർ കോളം വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സൗണ്ട് ഉണ്ടാകുന്നത്. അവിടെ നടക്കുന്ന വൈബ്രേഷൻ ആണ്, പക്ഷെ അവിടെ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? എയർ കോളത്തിന്റെ വൈബ്രേഷൻ കാരണമാണ് അവിടെ എന്തുണ്ടാകുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാൻ പറ്റും? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് കോമൺ ആയിട്ട് സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയും സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കോമൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. വൈബ്രേഷൻ കാരണം അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ കാരണം അല്ലെങ്കിൽ കമ്പനം കാരണമാണ് എന്തുണ്ടാവുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ആയാലും ഗിത്താറിന്റെ കാര്യത്തിലാണ്. അതാണ് നമ്മുടെ ടെക്സ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്. സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഒബ്ജക്ട്സിന്റെ വൈബ്രേഷൻ കാരണം അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ ആയല്ലോ? നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സൗണ്ട് എന്താണെന്ന് പറഞ്ഞു. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത്? സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുന്നതെന്ന് പറഞ്ഞു ഇല്ലേ. സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുന്നത്? നമ്മൾ എന്താ പറഞ്ഞത്? സൗണ്ട് എല്ലായിടത്തും എങ്ങനെ പ്രൊഡ്യൂസ് ആവുന്നത്? എങ്ങനെയാണ്? വൈബ്രേഷൻ നടക്കുമ്പോഴാണ്. വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് നടക്കുമ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ചെറിയൊരു ആക്ടിവിറ്റി എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഹാവ് യു എവർ നോട്ടീസ്ഡ് പാർട്സ് ദാറ്റ് വൈബ്രേറ്റ് വൈൽ പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്? നമ്മൾ ഈ പറഞ്ഞ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഫ്ലൂട്ട് ആയാലും ചെണ്ടയായാലും വയലിനായാലും ഗിത്താർ ആയാലും ഇതെല്ലാം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓരോ പാർട്സ് വൈബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഹാവ് യു എവർ നോട്ടീസ് പാർട്സ്? ഏതൊക്കെ പാർട്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ലിസ്റ്റ് ദ നെയിം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യു ആർ ഫെമിലിയർ വിത്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് ഏതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള എഴുതാൻ പറ്റും? ഏതൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നതില്? വീണയുണ്ട്, വീണ എഴുതാം. വേറെ ഏതൊക്കെ എഴുതാൻ പറ്റും? വയലിൻ ഉണ്ട്. വേറെ ഏതാ ഉള്ളത്? തബലയുണ്ട്, ഹാർമോണിയം ഉണ്ട്, ചെണ്ടയുണ്ട്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ നോക്കി എഴുതാൻ പറ്റും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നടക്കുന്ന എന്താണ്? വൈബ്രേഷൻ തന്നെയാണ്. പക്ഷെ എല്ലായിടത്തും നടക്കുന്ന ഒരേ വസ്തുക്കളുടെ അല്ലെ ഒരേ ഒബ്ജക്റ്റിന്റെ വൈബ്രേഷൻ ആണോ? അല്ല. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ വൈബ്രേറ്റിംഗ് പാർട്സ് ആണ്. നമ്മളിപ്പോൾ ഫ്ലൂട്ട് എടുക്കുകയാണെന്ന് വെച്ചോ. ഫ്ലൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂട്ട് മൊത്തത്തിൽ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യോ? ഇല്ല. നമ്മൾ ഫ്ലൂട്ടിന്റെ എയർ ഫ്ലോ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഹോൾസ് അടച്ചിട്ട് എയർ ഫ്ലോ അനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഊതുമ്പോൾ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? അകത്ത് തന്നെയാണ് വൈബ്രേഷൻ സംഭവിക്കുന്നത്. പക്ഷെ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന എയർ ആണ് അല്ലെങ്കിൽ എയർ കോളമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്ലൂട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? എയർ കോളമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് മൃദംഗം. ഈ മൃദംഗം, തബല, ചെണ്ട ഇങ്ങനത്തെ ഡ്രം ഐറ്റംസ് ഉണ്ടല്ലോ, ഡ്രംസ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതിലെല്ലാം എന്താണ് അല്ലെങ്കിൽ വിച്ച് ഈസ് ദ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയഫ്രം എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഈ ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിങ്ങനെ വലിച്ചു നീട്ടി അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മെംബ്രെയിനെ, ഈ സ്ട്രെച്ചഡ് മെംബ്രെയിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിനെയാണ് പറയുന്നത്. വലിച്ചു നീട്ടി വെച്ച ആ മെംബ്രെയിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ മൃദംഗം, തബല, ഇനി ഇവിടെ ചെണ്ട ഉണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ ഡ്രംസ് ഉണ്ടെന്ന് വെച്ചോ, ഇതിന്റെ എല്ലാം വൈബ്രേറ്റിംഗ് പാർട്സ് എന്താണെന്ന് പറയാൻ പറ്റും? നമുക്ക് കോമൺ ആയിട്ട് ഡയഫ്രം ആണെന്ന് പറയാൻ പറ്റും. വയലിൻ, ഗിത്താർ, വീണ, സിത്താർ ഇങ്ങനത്തെ ഒക്കെ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം എന്താണ്? സ്ട്രിങ്സ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലേ? ഈ സ്ട്രിങ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല രീതിയിൽ വായിച്ച് പല സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ എല്ലാം വൈബ്രേറ്റിംഗ് പാർട്സ് എന്താണ്? ഈ വയലിൻ, ഗിത്താർ, ഇനി ഇവിടെ വീണയുണ്ട്. ഇതിനെല്ലാം വീണ അതുണ്ടെങ്കിലും എന്താണ് അവിടെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്? സ്ട്രിങ്സ് ആണ് അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ട് ഏതാണ് വിച്ച് ഈസ് ദ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഴുതാൻ പറ്റും. ഇനി ഈ പറയുന്ന ചെണ്ടയായാലും നമ്മൾ ഈ ചെണ്ട എടുത്ത് കൊട്ടുന്നു എന്ന് വെച്ചോ. അപ്പോൾ ഈ പറയുന്ന സ്ട്രെച്ച് ചെയ്ത മെംബ്രെയിൻ മാത്രമേ ഇവിടെ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുള്ളൂ, അതോ ഈ വൈബ്രേഷൻ പുറത്ത് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? നമ്മൾ ഈ വയലിൻ അല്ലെങ്കിൽ ഗിത്താർ നമ്മൾ ഒരു ആണെങ്കിലും പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ നല്ല രീതിയിലൊന്ന് ഈ ഗിത്താർ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഗിത്താർ നമ്മൾ പിടിച്ചേക്കുന്നുണ്ടല്ലോ, അവിടെയും നമുക്ക് എന്ത് ചെയ്യും? ഒരു സെൻസേഷനോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അതാണ് നമുക്കിനി പറഞ്ഞിരിക്കുന്നത്. അതായത് എവറി സോഴ്സ് ഓഫ് സൗണ്ട് ഹാസ് എ മെയിൻ പാർട്ട് ദാറ്റ് വൈബ്രേറ്റ്. നമ്മൾ ഏതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഏതൊരു സോഴ്സ് ഓഫ് സൗണ്ട് എടുത്താലും അവിടെ എന്താണ്? ഒരു മെയിൻ പാർട്ട് ഉണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ പാർട്ട് ഉണ്ട്. ഓക്കെ, the sound we hear from the source of the sound is a result of vibration of various parts of the source and vibration of the surrounding air. നമ്മൾ ഏതൊരു
സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തു എടുത്താലും നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എടുക്കാം. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ എപ്പോഴും എന്താണ് ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന മെയിൻ പാർട്ടും കാണും. ചെണ്ടയുടെ കാര്യമാണെങ്കിൽ ഡയഫ്രം, വയലിന്റെ കാര്യത്തിലാണെങ്കിൽ സ്ട്രിങ്. ഇത് മാത്രമാണോ ഉള്ളത്? അല്ല. വൈബ്രേറ്റ് ചെയ്യുന്ന ഇത് മാത്രമല്ല, അതിന്റെ സറൗണ്ടിങ് എയറിന്റെ കൂടെ എന്താണ് ബാക്കി വേരിയസ് പാർട്സ് കൂടെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അതാണ് ഈ കാര്യത്തിൽ പറഞ്ഞേക്കുന്നത്. ദ വൈബ്രേഷൻ ഓഫ് ദ മെയിൻ പാർട്ട് ആൻഡ് ദ അസോസിയേറ്റഡ് പാർട്ട് ഹെൽപ് ടു മേക്ക് ദ സൗണ്ട് ഫ്രം ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മോർ പ്ലസന്റ് ആൻഡ് ഇന്റൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ഫ്ലൂട്ടും ഒരേ സൈസ് ആണോ? അല്ല. ഈ ഓടക്കുഴൽ എന്ന് പറയുന്നത് പല സൈസിൽ വരുന്നുണ്ട്. പല ടോണിൽ വരാനും അല്ലെങ്കിൽ പല സൗണ്ടിൽ വരാനും പല പാട്ടുകൾക്ക് വായിക്കാനും എന്താണ് അതിലെ ഡിസൈൻസിലും അതിനകത്ത് എയർ ഫ്ലോയും അതിന്റെ വൈബ്രേഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പല സൈസിലും പല മോഡലിലും വരുന്നത്. ചെണ്ടയാണെങ്കിലും അങ്ങനെയില്ലേ? മൃദംഗമാണെങ്കിലും പല സൈസിൽ വരുന്നില്ലേ? അപ്പോ ഓരോ സൈസും, അതായത് നമുക്ക് വെറും ഈ സ്ട്രിങ് മാത്രം കൊണ്ട് എന്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമോ? അത് മെയിൻ പാർട്ട് മാത്രമാണ്. പക്ഷേ ഈ സ്ട്രിങ്ങിന്റെ കൂടെ, ഈ മെയിൻ പാർട്ടിന്റെ കൂടെ ചുറ്റുമുള്ള എയർ ഫ്ലോളും അല്ലെങ്കിൽ ചുറ്റുമുള്ള എയറും അതിന്റെ അസോസിയേറ്റഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പാർട്സ് അതും കൂടി വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്, അതിൽ എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ നിന്നും നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള എന്ത് സൗണ്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈബ്രേഷൻ വഴിയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ സ്ട്രിങ്, ഡയഫ്രം ഈ കാര്യങ്ങൾ മാത്രം കൊണ്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അല്ല. അതിന്റെ വൈബ്രേഷന്റെ കൂടെ അതിന്റെ അസോസിയേറ്റഡ് പാർട്സിന്റെയും സറൗണ്ടിങ് എയറിന്റെയും കൂടെ വൈബ്രേഷൻ കാരണമാണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സൗണ്ട് കിട്ടുന്നത്. ഇമ്പോർട്ടന്റ് ആണേ, നോക്കി വെച്ചോണേ, ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ടിനെ കുറിച്ച് കൂടെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചാരം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിനാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സൗണ്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കുന്നു. അപ്പൊ സൗണ്ട് ഏത് വഴി ട്രാവൽ ചെയ്തിട്ടാണ് അടുത്ത ആളുടെ ചെവിയിലോട്ട് എത്തിയത്? സൗണ്ട് ഞാനിങ്ങനെ പൊതിഞ്ഞ് അപ്പുറത്തേക്ക് കൊടുക്കുകയല്ലല്ലോ ചെയ്തത്. ഞാൻ ഈ സംസാരിക്കുന്നത് സൗണ്ട് എന്ത് ചെയ്യുന്നത് ഈ വായുവിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ ട്രാവൽ ചെയ്ത് മറ്റേ ആളുടെ ചെവിയിൽ എത്തുകയല്ലേ ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലായി സൗണ്ട് എയറിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനിയിപ്പോ ഇവിടെ എയർ ഇല്ല എന്ന് വെച്ചോ, അപ്പൊ നമുക്ക് സൗണ്ട് ട്രാവൽ ചെയ്യുമോ അല്ലെങ്കിൽ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ നടക്കുമോ? നിങ്ങളുടെ ടെക്സ്റ്റില് ചെറിയൊരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കണ്ടെയ്നർ എടുത്ത് അതിനകത്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം വെച്ചതിന് ശേഷം അതിനകത്ത് എയർ സക്ക് ചെയ്ത് പുറത്ത് കളയാറുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു വീഡിയോ കാണിക്കാം. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമുക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എന്ത് മനസ്സിലാവും, എങ്ങനെയാണ് ഇതിന്റെ കാര്യമൊന്നും മനസ്സിലാവും. ഇതിന് നമ്മൾ വാക്വം ചേംബർ എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത്. ഒരു വാക്വം ചേംബർ ഉണ്ട്, അതിനകത്തേക്ക് ഇവരെന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ബെല്ല്, ഈ പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക് ബെല്ലാണ്. ഈ ഇലക്ട്രിക് ബെല്ല് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വാക്വം ചേംബറിനകത്ത് വെച്ചു. ഈ വാക്വം ചേംബർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടാനുസരണം എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് എയർ സക്ക് ചെയ്ത് പുറത്ത് കളഞ്ഞ് അതിനകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ബെല്ല് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ വാക്വം ചേംബറിന് വെച്ച ശേഷം ഈ വാക്വം പമ്പ് ഓണാക്കി, അതായത് അതിനകത്തെ എയർ സക്ക് ചെയ്ത് പുറത്ത് കളഞ്ഞു. എന്ത് സംഭവിക്കും നോക്കാം. ബെല്ല് ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്, വാക്വം ചേംബർ വെച്ചു, ഓൺ ആക്കിയിട്ടില്ല. We have a nice vacuum pump, doesn't make too much noise, and we'll just wait, see what happens. എന്താ ഇവിടെ സംഭവിച്ചത്? വാക്വം ചേംബർ തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള എയർ എല്ലാം എന്ത് ചെയ്തു? എയർ എല്ലാം പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സൗണ്ട് കൂടിയോ കുറഞ്ഞോ? അതോ നമുക്ക് ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എയർ എല്ലാം പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? നമുക്ക് ബെല്ലിന്റെ സൗണ്ട് എന്ത് ചെയ്തു? വീണ്ടും കുറയുന്നതായിട്ട് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് യൂട്യൂബിലെല്ലാം ഉണ്ട്. വാക്വം ബെൽ ജാർ എക്സ്പെരിമെന്റ് എന്ന് നോക്കിയാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് എയർ വേണമെന്നുള്ള കാര്യം മനസ്സിലായി. സൗണ്ട് ട്രാവൽ ചെയ്യാൻ സൗണ്ട് എയറിൽ കൂടെ ട്രാവൽ ചെയ്താണ് എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എയർ ഇല്ല എന്നുണ്ടെങ്കിൽ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഡെസ്കിൽ തല വെച്ച് കിടക്കുകയാണെന്ന് വെച്ചോ. നമ്മുടെ ഡെസ്കിന്റെ അങ്ങേ അറ്റത്ത് ഒരാൾ ചുമ്മാ ഒന്ന് കൊട്ടി, അപ്പൊ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാൻ മനസ്സിലാവും? അതായത് നമ്മൾ വാക്വത്തിൽ കൂടെ എയറിൽ കൂടെ മാത്രമല്ല സൗണ്ട് എന്തിൽ കൂടെയും ട്രാവൽ ചെയ്യുമെന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് സോളിഡ്സ് കൂടെ ട്രാവൽ ചെയ്യുമെന്ന് മനസ്സിലായി ഇല്ലേ? സോളിഡ്സ് കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യും എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങേ അറ്റത്ത് കിടന്ന് ചെവി വെച്ചപ്പോഴും അങ്ങേ അറ്റത്ത് ഒരു ചെറിയ കൊട്ട് കേട്ടപ്പോഴും നമുക്ക് എന്ത് ചെയ്തത്? ആ ഹിയറിംഗ് അത് നമുക്ക് കേൾക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഈ ഇടയ്ക്കുണ്ട്, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉണ്ട്, ഈ ട്രെയിൻ വരുന്നോ എന്ന് നമ്മൾ ദൂരേന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലര് ഈ റെയിൽവേ പാളം ഉണ്ടല്ലോ, ഒഴിഞ്ഞ പാളമൊക്കെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ചെവി വെച്ച് നോക്കും. അപ്പൊ നമുക്ക് ചെറിയ മൂളൽ കേൾക്കാൻ തോന്നും.
അത് അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എയറിൽ കൂടെ ട്രാവൽ ചെയ്ത് സൗണ്ട് വരുന്നതിലും കൂടുതൽ പെട്ടെന്ന് എന്താണ് ഈ ട്രെയിൻ ഇതിലെ കൂടെ വരുന്ന സൗണ്ട് നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സൗണ്ട് സോളിഡ്സ് കൂടെ ട്രാവൽ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സൗണ്ട് ഗ്യാസിലൂടെ എയറിൽ കൂടെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗ്യാസിൽ കൂടെ ട്രാവൽ ചെയ്യുന്നില്ല, ഗ്യാസിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന മനസ്സിലായി. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സൗണ്ടിന് സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ലിക്വിഡിൽ കൂടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ മണി എടുക്കുക, എന്നിട്ട് നമ്മുടെ കൈ ഫുള്ള് ആ മണിയോട് കൂടി എന്ത് ചെയ്യുക? വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ മണി അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ബെൽ റിങ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സൗണ്ട് എത്തില്ലേ? കാരണം എന്താ? ഈ ബെല്ലിന്റെ സൗണ്ട് വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്ത് പിന്നീട് അത് എയർ കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത്, നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ മൂന്ന് കേസ്, സോളിഡിൽ കൂടെ, ലിക്വിഡിൽ കൂടെ, നമ്മൾ ഈ പറഞ്ഞ എയർ, ഗ്യാസിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമെന്ന് മനസ്സിലായി. പക്ഷെ ആദ്യത്തെ നമ്മുടെ ബെൽ ജാറിന്റെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ വാക്വം ആയിരുന്നു. വാക്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശൂന്യത. അവിടെ എന്താണ് ഇല്ലാഞ്ഞത്? അവിടെ ഇല്ലാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മീഡിയം ഇല്ലായിരുന്നു. എന്തില്ലായിരുന്നു? മീഡിയം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ? ഇതിൽ കൂടെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ വാക്വം ചേംബർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ഇല്ലാതായി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സൗണ്ട് നീഡ്സ് എ മീഡിയം ടു ട്രാവൽ എന്ന് മനസ്സിലായില്ലേ? സൗണ്ടിന് എന്ത് വേണമെന്ന് പറഞ്ഞു? സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. മീഡിയം ഇല്ല, വാക്വം ആണെന്നുണ്ടെങ്കിൽ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആസ്ട്രോനോട്ട്സ്, ശൂന്യാകാശത്ത്. അവിടെ വാക്വം അല്ലേ? അവിടെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കാഷ്വൽ ആയിട്ട് രണ്ടുപേരും നോക്കി സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അവരുടെ സ്യൂട്ട്സിൽ എന്താണ്? റേഡിയോ ഫ്രീക്വൻസീസ്, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനായിട്ടുള്ള അതിന്റെ ടെക്നോളജീസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? തൊട്ട് മുമ്പേ ഇരിക്കുന്ന ആളുമായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം എന്താ? അവിടെ സൗണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അവിടെ വാക്വം ആണ്. വാക്വം ആണ് ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. സൗണ്ട് നീഡ്സ് എ മീഡിയം ടു ട്രാവൽ, അല്ലെങ്കിൽ സൗണ്ട് നീഡ്സ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ആദ്യം പറഞ്ഞ എന്താണ്? സൗണ്ട് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ സൗണ്ട് എന്താണെന്നാണ് പറഞ്ഞത്? സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് പറഞ്ഞു. സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞു. സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി. അത് എന്തിനാണ് സഹായിക്കുന്നത്? സൗണ്ട് ഇസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഗീവ് ദ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കേൾവി എന്ന സെൻസേഷൻ തരുന്ന ഒരു ഫോം ഓഫ് എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൗണ്ട് എന്ന് പറയുന്നത്. ഇനി സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒട്ടുമിക്ക കേസിൽ അല്ലെങ്കിൽ എല്ലാ കേസിലും സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒബ്ജക്ട്സിന്റെ വൈബ്രേഷൻ കാരണമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത എന്താണ് പറഞ്ഞത്? എങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സൗണ്ട് ഏതൊക്കെ മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു പറഞ്ഞു? സോളിഡിൽ കൂടെ, ലിക്വിഡിൽ കൂടെ, ഗ്യാസിൽ കൂടെ. ഈ മൂന്ന് മീഡിയത്തിൽ കൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ വാക്വത്തിൽ കൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യോ? ലൈറ്റ് ആണെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. പക്ഷെ സൗണ്ട് ആണെങ്കിൽ വാക്വത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൽ നമ്മൾ എന്താ പറഞ്ഞത്? സൗണ്ടിന് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൗണ്ട് നീഡ്സ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്, അല്ലെങ്കിൽ ഒരു മീഡിയം ടു ട്രാവൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ എല്ലാ മീഡിയത്തിൽ കൂടെയും സൗണ്ട് ഒരു സ്പീഡിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ, ഏതിലാണ് കുറവ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. ബാക്കി പ്രോബ്ലംസും നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാംസിന് ചോദിക്കുന്ന പ്രോബ്ലംസും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ വായിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.